അങ്ങയുടെ നീതിയുള്ള ഭരണത്തിൽ രാജ്യം സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നു. തിരുമനസിനെ മുഖം കാണിക്കാൻ രണ്ട് സ്ത്രീകൾ എത്തിയിരിക്കുന്നു. അവർക്കിടയിൽ ഗൗരവമുള്ള തർക്കമുണ്ട്. മഹാരാജാവെ, അങ്ങേ മുഖം കാണിക്കാൻ രണ്ട് സ്ത്രീകൾ എത്തിയിരിക്കുന്നു. അവർക്കിടയിൽ എന്തോ ഗൗരവമുള്ള തർക്കമുണ്ട്. അവരോട് കടന്നു വരാൻ പറയൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? മഹാരാജാവെ, ഞാനൊരു കുഞ്ഞിന്റെ യഥാർത്ഥമാണ്. എന്നാൽ ഈ സ്ത്രീ എന്നിൽ നിന്ന് കുട്ടിയെ ബലമായി എടുത്തു. മഹാരാജാവെ, അത് ശരിയല്ല. കുട്ടി എന്റേതാണ്. ഇവൾ കള്ളം പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തിനാണ് ഈ കുഞ്ഞിനെ അവകാശപ്പെടുന്നത്. എനിക്ക് സത്യം അറിയേണ്ടതുണ്ട്. മഹാരാജാവെ, ഈ കുഞ്ഞ് എന്റേതാണ്. ഞാൻ ഇവനെ ഗർഭം ചൂട് പ്രസവിച്ചു. താരാട്ടുപാടി വെച്ച് കൊതി തീർന്നിട്ടില്ല മഹാരാജൻ. അവൾ കെട്ടാതെ പോയിരിക്കുകയാണ്. മഹാരാജാവെ, എന്റെ കുഞ്ഞിനെ ഇവൾ തിരികെ വാങ്ങാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് നീതി പുലർത്താമോ? മന്ത്രി, താങ്കൾ ഇത് കേട്ടില്ലേ? കേട്ടു മഹാരാജൻ. നീതിമാനും ജ്ഞാനിയുമായ അങ്ങേക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും. ഒരു വസ്തുവിന് വേണ്ടി രണ്ടുപേർ അവകാശം പറയുമ്പോൾ നമുക്കതിനെ പാതിയായി മുറിക്കാം. ഒന്ന് ഈ അമ്മയ്ക്കും ഒന്ന് ഈ അമ്മയ്ക്കും നൽകി നീതി പുലർത്താം. അല്ലേ മന്ത്രി? അങ്ങയുടെ യുക്തി പോലെ മഹാരാജൻ. മന്ത്രി, കുഞ്ഞിനെ കിടക്കൂ. മന്ത്രി, വാള കൊണ്ടുവരൂ. മഹാരാജാവെ, അങ്ങനെ കുഞ്ഞിനെ മുറിക്കരുത്. അതെനിക്ക് താങ്ങാനാവില്ല. ഈ കുഞ്ഞിനെ അവർക്ക് കൊടുക്കൂ. അവിടെയെങ്കിലും പോയി സുഖമായി കഴിയട്ടെ. ഇല്ല, എന്റെ കുഞ്ഞിനെ ഒരിക്കലും കൊല്ലാൻ സമ്മതിക്കില്ല. അതൊരു നല്ല തീരുമാനമാണ് മഹാരാജാവെ. അങ്ങനെ ചെയ്താൽ അവൾക്ക് മാത്രമായി കുഞ്ഞിനെ കിട്ടില്ല. മന്ത്രി, താങ്കൾക്കിപ്പോൾ എന്ത് മനസ്സിലായി? മഹാരാജൻ, ഇപ്പോൾ എല്ലാവർക്കും യഥാർത്ഥ അമ്മയെ മനസ്സിലായി. മാതൃത്വം എന്നത് അഗാധമായ സ്നേഹത്താൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള അതുല്യവും അഭേദ്യവുമായ ബന്ധം അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അത് തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. തന്റെ കുഞ്ഞ് സുരക്ഷിതവും സന്തോഷവുമായിരിക്കണമെന്ന് ഓരോ അമ്മയും എപ്പോഴും ആഗ്രഹിക്കുന്നു. ആരുടെ ഈ കുഞ്ഞിന് ഈ അമ്മക്ക് നൽകുക. കള്ളം പറഞ്ഞുകൊണ്ട് ഒരമ്മയിൽ നിന്നും തന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഈ സ്ത്രീയെ വെറുതെ വിടരുത്. ഇവിടെ തുറക്കി നടക്കൂ.